ഭക്തിസാന്ദ്രമായി കൊട്ടിയൂരിൽ ഇളനീർ വയ്പ് നടന്നു. കൊട്ടിയൂർ പെരുമാളുടെ തിരുനടയിൽ പാരമ്പര്യ അവകാശികളായ തണ്ടയന്മാരാണ് പെരുമാൾക്ക് ഇളനീർ സമർപ്പിച്ചത്. തിങ്കളാഴ്ച രാത്രി ഇളനീരാട്ടം നടക്കും. അക്കരെ കൊട്ടിയൂരിൽ സമർപ്പിച്ച ഇളനീരുകൾ തിങ്കളാഴ്ച രാവിലെ മുതൽ കാര്യത്ത് കൈക്കാളനും സംഘവും ചേർന്ന് മുഖം ചെത്തി മണിത്തറയിൽ കൂട്ടും. ഞായറാഴ്ച രാത്രി പന്തിരടി പൂജ പൂർത്തീകരിച്ച ശേഷമാണ് ഇളനീർ വെയ്പ് ചടങ്ങുകൾ നടത്തിയത്. വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്നും എരുവട്ടി തണ്ടയാൻ എണ്ണയും ഇളനീരുമായി കൊട്ടിയൂരിൽ എത്തിച്ചേർന്നിരുന്നു. വീരഭദ്രവേഷം ധരിച്ച അഞ്ഞൂറ്റാൻ തിരുവഞ്ചിറയുടെ കിഴക്കേ നടയിൽ ഒറ്റക്കാലിൽ നിന്ന് ഭക്തരെ അനുഗ്രഹിച്ചു. വിവിധ മഠങ്ങളിൽ നിന്നും വ്രതമെടുത്ത് കഞ്ഞിപ്പുരകളിൽ താമസിച്ച് ദീർഘദൂരം കാൽനടയായി വന്ന ഇളനീർ വ്രതക്കാർ കൊട്ടിയൂരിലേക്ക് ഇളനീരുകൾ എഴുന്നള്ളിച്ചെത്തി. ആയിരക്കണക്കിന് ഇളനീർക്കാവുകളാണ് മന്തംചേരിയിൽ സൂക്ഷിച്ചത്. ബാവലിപ്പുഴയിൽ മുക്കിച്ചെന നടത്തിയ ശേഷം വ്രതക്കാർ ഇളനീർ വയ്പിന് മുഹൂർത്തം കാത്തിരുന്നു. കുടിപതിക്കാരനവർ വെള്ളിക്കിടാരം വെച്ച് ഇളനീർ വയ്പിനുള്ള രാശി വിളിച്ചതോടെ ഇളനീർക്കാർ ഓരോ സംഘമായി ബാവലിപ്പുഴയിലിറങ്ങി. കാവടക്കം മുങ്ങി നിവർന്നാണ് അക്കരെ സന്നിധാനത്തേക്ക് പ്രവേശിച്ചത്. തട്ടും പോളയും വെച്ച സ്ഥാനത്ത് 3 തവണ വലം വെച്ച് കാവ് സമർപ്പിച്ചു. തുടർന്ന് ഭണ്ഡാരം പെരുക്കിയ ശേഷം വീരഭദ്രനെ വണങ്ങി ഇളനീർ സംഘം മടങ്ങി. ഇളനീർ വെയ്പിനൊപ്പം എരുവട്ടി തണ്ടയാൻ 1 കുടം എള്ളെണ്ണയും സമർപ്പിച്ചു. ഏറ്റവും ഒടുവിലായിരുന്നു എണ്ണ സമർപ്പണം. കത്തി തണ്ടയാന്മാർ ഇളനീർ ചെത്തുന്നതിനുള്ള കത്തികളും സമർപ്പിച്ചു. വാക്കന്റെ കുഴലൂത്തിന്റെയും മുന്നൂറ്റാന്റെ ചിനവാദ്യത്തിന്റെയും ശബ്ദധ്വനിയിൽ നടന്ന ഇളനീർ വെയ്പ് ഭക്തിസാന്ദ്രമായി. ആയിരക്കണക്കിന് ഭക്തജനസാഗരത്തെ സാക്ഷിയാക്കിയാണ് പെരുമാൾക്ക് തിരുവഞ്ചിറയിൽ ഇളനീർ സമർപ്പിച്ചത്.